തുടരുന്നു. RSS പരിപാടിയിൽ പങ്കെടുത്ത വൈസ് ചാൻസലർമാർക്കെതിരെ നടപടി വേണമെന്ന് സമസ്ത നേതാവ് മുസ്തഫ മുണ്ടുപാറ പറഞ്ഞു. മാപ്പ് പറഞ്ഞാൽ തീരാവുന്നതല്ല വിഷയം എന്നുകൂടി മുസ്തഫ മുണ്ടുപാറ വ്യക്തമാക്കി. ഒപ്പം വിവാദമായ PM ശ്രീ പദ്ധതിയിൽ UDF സർക്കാർ നയം വ്യക്തമാക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി പൊതുവിടങ്ങളിൽ കയറിക്കൂടാൻ ശ്രമിക്കുന്നത് അപകടകരമെന്നും മുസ്തഫ മുണ്ടുപാറ പ്രതികരിച്ചു. VC-മാര് കഴിഞ്ഞ ദിവസം RSSന്റെ പരിപാടിയിൽ പങ്കെടുത്തു. അതൊക്കെ ആദ്യത്തെ സംഭവമാണ്, കേരളത്തിൻ്റെ പ്രഥമ സംഭവമാണ്. അതിൽ ശക്തമായൊരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. മുഖ്യമന്ത്രി പറഞ്ഞത് മാപ്പ് പറയണമെന്നാണ്. അതിൻ്റെ പേരിൽ നടപടി എന്തായാലും ഉണ്ടാകണം. PM ശ്രീ ഒരു നിലക്കും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തതാണ്. അത് പൂർണ്ണമായും പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ ഏറെ ആശങ്കയോടുകൂടി നേരത്തെ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പിണറായി സർക്കാരിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ മുസ്ലിം സംഘടനകളൊക്കെ വിമർശിക്കപ്പെട്ട ഒരു വിഷയമാണ്. അത് സർക്കാർ നടപ്പിലാക്കില്ല എന്ന് തന്നെ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അജി കുഞ്ഞുമോൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അജി, RSS പരിപാടിയിൽ VC-മാർ പങ്കെടുത്ത വിഷയം അത് രാഷ്ട്രീയ വിഷയമായി കൂടി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കൂടുതൽ പ്രതികരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. എന്താണ് മുസ്തഫ മുണ്ടുപാറ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണം? തീർച്ചയായിട്ടും പ്രജിൻ, അസിത, ഈ വിഷയവുമായി ബന്ധപ്പെട്ട സമസ്തയുടെ നിലപാടുകൾ നമ്മൾ എപ്പോഴും കണ്ടതാണ്. പ്രത്യേകിച്ച് PM ശ്രീ വിഷയത്തിലടക്കം സർക്കാരിൻ്റെ നിലപാടിനോട് കടുത്ത വിയോജിപ്പ് പറഞ്ഞുകൊണ്ട് അവർ ലേഖനമടക്കം സുപ്രഭാതത്തിൽ എഡിറ്റോറിയൽ അടക്കം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു. ഇന്നലെ ഈ RSSന്റെ പരിപാടിയിൽ അതിൽ സംസ്ഥാനത്തെ സർവകലാശാലയുടെ VC-മാർ പങ്കെടുത്തതിനെ വലിയ തരത്തിലുള്ള വിമർശനമായിട്ടാണ് ഈ SYSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ മുസ്തഫ മുണ്ടുപാറ ഉന്നയിക്കപ്പെടുന്നത്. അതായത് RSSന്റെ രഹസ്യ അജണ്ട സർക്കാർ തിരിച്ചറിയും. ഇത് മാത്രമല്ല, ഈ വിഷയത്തിൽ മുസ്ലിം സമുദായങ്ങളെല്ലാം തന്നെ ആശങ്കകളിലാണ്. ആ ആശങ്കകൾ ദൂരീകരിക്കണം സർക്കാർ എന്ന് പറയുന്നു. അതായത് RSS പരിപാടിയിൽ പങ്കെടുത്ത VC-മാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും പറഞ്ഞു. അത് മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന ഒരു വിഷയമല്ല. കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. അതിൽ വലിയ തലത്തിലുള്ള അതൃപ്തി ഉണ്ട് എന്ന സമസ്ത പരസ്യമായി തന്നെ പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാന കാര്യം കൂടി സമസ്തയ്ക്കൊരു വിയോജിപ്പുള്ളത് ജമാഅത്തെ ഇസ്ലാമിയുടെ കടന്നുകയറ്റം, അതായത് വെൽഫെയർ പാർട്ടിയുടെ കടന്നുകയറ്റം പൊതുസമൂഹത്തിൽ വലിയ തരത്തിൽ അലോസരപ്പെടുത്തുന്നുണ്ട്. അത്തരത്തിൽ അടുത്ത കാലത്തായി ഈ ജമാഅത്തെ ഇസ്ലാമി പൊതുവിടങ്ങളിൽ കയറിക്കൂടുന്നത് അപകടകരമാണ് എന്നാണ് സമസ്ത അവരുടെ ഒരു നിലപാട് പറയുന്നത്. പല ഘട്ടങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്തയും ഒപ്പം തന്നെ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതമടക്കം രംഗത്ത് വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അസിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.